ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടിപ്സ്. അപ്പോൾ നമുക്ക് നല്ലൊരു മഷ്റൂം മസാലക്കറി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മഷ്റൂം നല്ലപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഒരു പാനിൽ ഒരു 2 വറ്റൽമുളകും കുറച്ച് ജീരകവും ഒരു സ്പൂൺ മല്ലിയും നല്ലവണ്ണം ചൂടാക്കി എടുത്ത് നമുക്കതൊന്ന് പൊടിച്ചെടുക്കണം. ഇത് മാറ്റിയതിന് ശേഷം നമുക്കതിനകത്ത് ഒരു പീസ് ബട്ടർ ചേർത്തിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് സവാളയും ചേർത്ത് വഴറ്റിയെടുക്കാം. സവാളയും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഒരു പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ജീരകവും മല്ലിയും മുളകും ചേർത്തതും ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളി പേസ്റ്റ് ചെയ്തും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം. അതിപ്പോൾ നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം കൂടെ ചേർക്കാം. മഷ്റൂം ചേർത്ത് വേണമെന്ന് ഉപ്പും ചേർക്കാം. ഉപ്പും ചേർത്ത് നമുക്കൊന്ന് അടച്ച് വേവിക്കാം. നല്ലപോലെ ഇളക്കിയെല്ലാം യോജിപ്പിച്ചതിന് ശേഷം ഉപ്പും ചേർത്ത് നമുക്ക് അടച്ച് വേവിക്കാം. കുറച്ചുകൂടെ മഷ്റൂമിന് കുറച്ചുകൂടെ വെള്ളമൊക്കെ ഇറങ്ങി നല്ലപോലെ വെന്തതിന് ശേഷം നമുക്ക് കാഷ്യൂ അരച്ചും കൂടെ ചേർക്കണം. ഉപ്പൊക്കെ പാകമായിട്ടുണ്ട്. നമുക്കിനി ഒരു 10 മിനിറ്റ് അടച്ച് സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കാം. മഷ്റൂം നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിനി കാഷ്യൂ അരച്ചും കൂടെ ചേർക്കാം. ഇത് നല്ലപോലെ ഇളക്കി നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ കസൂരി മെത്തി ചേർത്താലും മതിയാവും. നല്ല ടേസ്റ്റുള്ള മഷ്റൂം മസാലയാണിത്. ചപ്പാത്തിയുടെ കൂടെയും നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റാണ്. കസൂരി മെത്തിയും ചേർത്ത് നല്ലപോലെ ഇളക്കി വെക്കാം. നമ്മുടെ മഷ്റൂം മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്കത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.